ലിവർ ഡിസീസ് ആണ് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണല്ലോ സമൂഹത്തിൽ. അതേമാതിരി ഇപ്പം നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി, അതേപോലെ അതിന് മെഡിസിൻ എടുക്കുന്നവർ, അതിൽ അല്ലെങ്കിൽ ഇത് വരാതിരിക്കും, പിന്നെ ലിവർ ഡിസീസ് വരുന്നവർ, ഇപ്പം നമ്മളെ LFT RFTക്ക് ഹൈ ആയിട്ട് വരുന്ന പേഷ്യൻസിൽ നമുക്ക് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ അവയവങ്ങളുടെ ഒരു സ്റ്റിഫ്നെസ് അസസ് ചെയ്യാൻ വേണ്ടി. എല്ലാ അവയവങ്ങൾക്കും ഉണ്ടോ അതോ? ഇല്ല, എല്ലാം പറ്റില്ല. കാരണം നമുക്ക് പുറത്തുനിന്ന് ഈ അൾട്രാസൗണ്ട് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിന്നിനോട് ക്ലോസ് ആയിട്ടുള്ള അവയവങ്ങൾക്കാണ് മെയിൻലി പറ്റുക. പക്ഷെ ഇത് മദ്യപിക്കാത്തവർക്കും ഫാറ്റി ലിവറിന്റെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും കൂടുതൽ കണ്ടുവരുന്നുണ്ട്. ഡോക്ടറെ, ഞാൻ ഇന്ന് നമ്മൾ പിന്നെ റേഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമുക്ക് ഈ പിന്നെ കാലഘട്ടത്തിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിൽ റേഡിയോളജിയുടെ സാധ്യതകൾ ഒരുപാട്, നമുക്ക് ഏർലി ഡിറ്റക്ഷൻ, ഒരുപാട് പെട്ടെന്ന് തന്നെ നമുക്ക് രോഗങ്ങൾ കണ്ടുപിടിക്കാനും പിന്നെ അതിനെ പരിഹരിക്കാനുള്ള പിന്നെ റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കൊടുക്കാനൊക്കെ ഇപ്പോൾ നമുക്ക് റേഡിയോളജിനെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഇപ്പോൾ MRI, അൾട്രാസൗണ്ട്, അതേപോലെ ഡോപ്ലർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഇതിൽ നിന്നിപ്പോൾ വ്യത്യസ്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു പേരാണ് ശരിക്ക് ഫൈബ്രോസ്കാൻ. അപ്പോൾ ഫൈബ്രോസ്കാനെ കുറിച്ചിട്ട് ഇവിടെ ഉള്ളവർക്ക് കൂടുതൽ, നമ്മളിപ്പോൾ വളാഞ്ചേരി നമ്മളെ നടക്ക ഹോസ്പിറ്റലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സംവിധാനം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു ജനങ്ങളിലേക്കൊന്ന് കാര്യങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അലീന ഡോക്ടർക്ക് ഈ റേഡിയോളജിയിൽ എക്സ്പീരിയൻസിൽ എസ്പെഷ്യലി ഈ പിന്നെ ഫൈബ്രോസ്കാനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു അറിവ് എന്തായിരിക്കും? നമുക്ക് ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഒരു കമ്പനി നെയിമാണ്, അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിമാണ്. അതിൻ്റെ അതൊരു ഡയഗ്നോസിസ് അല്ല, അല്ലെങ്കിൽ അതൊരു പിന്നെ ഒരു ടെക്നിക്കിൻ്റെയോ ഒരു മെഷീൻ്റെയോ അങ്ങനെ പേരല്ല, ഒരു കമ്പനി ആ ഒരു ടെക്നിക്കിന് ഇട്ടൊരു പേരാണ്. ശരിക്കും അവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഒരു ഇലാസ്റ്റോഗ്രഫി എന്ന് പറഞ്ഞ ഇലാസ്റ്റോഗ്രഫിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. അപ്പോൾ ആ ഇലാസ്റ്റോഗ്രഫീൻ്റെ പല ടൈപ്പ് ഉണ്ട്, അതിലൊരു ടൈപ്പാണ് ഈ കമ്പനി ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന പുതിയ അൾട്രാസൗണ്ട് മെഷീനിൽ ഒരു ഷിയർ വേവ് ഇലാസ്റ്റോഗ്രഫി എന്ന് പറഞ്ഞ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ് അസസ് ചെയ്യുന്നത്. കുറച്ച് ടെക്നിക്കിൽ കുറച്ചൊരു വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബേസിക് പ്രിൻസിപ്പിൾ ഈ ഇലാസ്റ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ അവയവങ്ങളുടെ ഒരു സ്റ്റിഫ്നെസ് അസസ് ചെയ്യാൻ വേണ്ടി. എല്ലാ അവയവങ്ങൾക്കും ഉണ്ടോ അതോ? ഇല്ല, എല്ലാം പറ്റില്ല. കാരണം നമുക്ക് പുറത്തുനിന്ന് ഈ അൾട്രാസൗണ്ട് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിന്നിനോട് ക്ലോസ് ആയിട്ടുള്ള അവയവങ്ങൾക്കാണ് മെയിൻലി പറ്റുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലിവർ പെട്ടെന്ന് കിട്ടും, പിന്നെ തൈറോയിഡ്, ബ്രസ്റ്റ്, പിന്നെ കുറച്ച് പ്രോസ്റ്റേറ്റ് പോലത്തെ ഒക്കെ നമുക്ക്, പക്ഷേ അത് കുറച്ചും കൂടി മറ്റേ ട്രാൻസ്റെക്ടൽ അങ്ങനത്തെ അൾട്രാസൗണ്ട്സ് ചെയ്യണം. പക്ഷേ കോമൺലി യൂസ് ചെയ്യുന്നത് ലിവറിന്, പിന്നെ ലിവറിനാണ് ഏറ്റവും കോമൺ. അതാണ് ഈ ഫൈബ്രോസ്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. ലിവർ ഡിസീസ് ആണ് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണല്ലോ സമൂഹത്തിൽ. അതേമാതിരി ഇപ്പം നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി, അതേപോലെ അതിന് മെഡിസിൻ എടുക്കുന്നവർ, അതിൽ അല്ലെങ്കിൽ ഇത് വരാതിരിക്കും, പിന്നെ ലിവർ ഡിസീസ് വരുന്നവർ, ഇപ്പം നമ്മളെ LFT RFTക്ക് ഹൈ ആയിട്ട് വരുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ്. അതെ, അത് ആദ്യം പറഞ്ഞ് നമ്മൾ ഈ ഫാറ്റി ലിവറിന് ഇപ്പം നമ്മൾ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലർ നിങ്ങൾ മദ്യപിക്കാറുണ്ടോ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് മദ്യപിക്കാത്തവർക്കും ഫാറ്റി ലിവറിന്റെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഒരു സ്കാൻ വളരെ ഒരു അതെ, അവർക്കാണ് കുറച്ചുകൂടി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ കുട്ടികൾ തുടങ്ങിയിട്ട് ഒരു 10-15 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് വരെ ചിലപ്പോൾ ആ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ഉള്ളവർക്ക് വരെ ഫാറ്റി ലിവർ കാണുന്നുണ്ട്. പ്രശ്നം പക്ഷേ എല്ലാം ഒബിസിറ്റി റിലേറ്റഡും അല്ല. ചില ലീൻ പേഷ്യൻസിനും ഇപ്പോഴത്തെ ജീവിതശൈലിയൊക്കെ കാരണം ഫാറ്റി ലിവർ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ USG സാധാ അൾട്രാസൗണ്ടിൽ നമ്മളത് ഫാറ്റി ലിവറിനെ ഇങ്ങനെ ഗ്രേഡ് 1, 2, 3 ആയിട്ട് അങ്ങനെ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതൊരു വിഷ്വലി നമ്മൾ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ കാണുന്നതിനനുസരിച്ചിട്ടുള്ളൊരു ഗ്രേഡിങ്ങാണ്. അപ്പം അതിൽ തന്നെ അതിൻ്റെ എൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സിറോസിസ് ആണ്. അപ്പം ഇതേ നമ്മൾ അൺകൺട്രോൾഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മദ്യപിക്കണം എന്നില്ല, ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വരെ സിറോസിസിൽ എൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ടിഷ്യൂ കുറച്ചൊരു അങ്ങനത്തെ ഇപ്പോൾ സിറോസിസ് ആവുന്ന ഒരു സ്റ്റേജിൽ ടിഷ്യൂ ഭയങ്കര സ്റ്റിഫ് ആവുകയാണ് ചെയ്യുന്നത്. ഫൈബ്രോസിസ് വന്നിട്ട് അങ്ങനെ സ്റ്റിഫ് ആവുക ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം അതിലേക്ക് പോകുന്ന ആ ഒരു റിസ്ക് ഉണ്ട് എന്നുള്ളത് അതാണ് നമ്മൾ ഈ ഇലാസ്റ്റോഗ്രഫി വഴി അസസ് ചെയ്യുന്നത്.